രാംകുമാർ സർ, ഈ കോടതിയിൽ ഉണ്ടായ ചില കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഹാബിച്വൽ ഓഫൻഡർ എന്ന രീതിയിലാണ് കോടതി അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകളുടെ വിവരങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ 4 കേസുകൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഈ 4 കേസുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്കറിയാം. ഈ സർക്കാരിന് അദ്ദേഹത്തോടുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ എടുത്ത പല കേസുകളുമാണ്. അതിൽ കുറ്റപത്രം കൊടുക്കുകയോ വിചാരണ നടത്തുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായും രാഷ്ട്രീയമായ ഒരു വേട്ടയാടൽ കഴിഞ്ഞ കുറേ നാളുകളായി പി സി ജോർജ് അനുഭവിച്ചു വരികയാണ്. അതിന് വളരെ കൃത്യമായി അദ്ദേഹം എടുത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഒരു വലിയ ഘടകമാണ്. ഈ കോടതിയിൽ സംഭവിച്ചതുകൂടി നമുക്ക് ഈ ഘട്ടത്തിലൊന്ന് പരാമർശിച്ചു പോകാമെന്ന് തോന്നുന്നു സർ. അങ്ങനെയല്ല. പോലീസിന് യഥാർത്ഥ വസ്തുതകൾ കോടതിയെ ധരിപ്പിക്കേണ്ട ചുമതലയുണ്ട്. കോടതി പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടും കേസ് ഡയറിയും പരിശോധിച്ച ശേഷമാണ് സാധാരണ രീതിയിൽ ജാമ്യം കൊടുക്കുക. ഈ കേസിൽ പ്രധാനമായും ജാമ്യം നിഷേധിക്കാൻ കാരണമായി പറഞ്ഞിട്ടുള്ളത് മുമ്പ് കൊടുത്ത ജാമ്യവ്യവസ്ഥകൾ അദ്ദേഹം ലംഘിച്ചു എന്നാണ്. ആ ലംഘനത്തിൻ്റെ ഒരു തോന്നലുണ്ടായതുകൊണ്ടാണ് ഇതിൽ ജാമ്യം കൊടുക്കാതിരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിസ്മരിച്ചൊരു കാര്യം, നമ്മുടെ സുപ്രീം കോടതി 3 കൊല്ലം വരെ ശിക്ഷിക്കാവുന്ന കേസുകൾക്ക് ജാമ്യം നിർബന്ധമായി കൊടുക്കേണ്ടതാണ് എന്ന് 1-ലധികം വിധികളോട് പ്രസ്താവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഹൈക്കോടതി പല വിധികളിലും സൂചിപ്പിച്ചുകൊണ്ടാണ് ജാമ്യം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പോകുന്നില്ല. കാരണം ചർച്ച നടന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ട ചർച്ചയാണ്. അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല. എനിക്ക് ഒരു നാക്ക് പിഴക്ക് പറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആ സ്ഥിതിക്ക് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചതുകൊണ്ട് അന്വേഷണത്തിന് എന്ത് മെച്ചമാണ് ഉണ്ടാവുക? അദ്ദേഹത്തെ 15 ദിവസം കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ കേസ് അന്വേഷണത്തിൻ്റെ പുരോഗതിയെ എങ്ങനെയാണ് അനുകൂലമായി ബാധിക്കുക? ഇതാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത്. വാസ്തവത്തിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച ജാമ്യത്തിൻ്റെ വ്യവസ്ഥകൾ പരിപൂർണമായും പരിഗണിക്കാതെയാണ് പി സി ജോർജിന് ജാമ്യം നിശ്ചയിച്ചതെന്ന് നിർബന്ധബുദ്ധിയെ പറയേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട്. കാരണം ഈ ഹൈക്കോടതി തന്നെ മനീഷ് സിസോദിയ, ചിദംബരം തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പല ജാമ്യാരികളും തീർപ്പാക്കിയിട്ടുണ്ട്. അതെന്താ ഇതിന് ബാധകമാക്കാത്തത്? അപ്പം ഇവിടെ പോലീസിന് ഒരു പ്രത്യേക അജണ്ട ഉണ്ടായിരുന്നു. അവർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു ഏത് നിലയ്ക്കും പി സി ജോർജിനെ കുറച്ച് ദിവസം തടവിലാക്കാം. പക്ഷേ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുറന്ന് പറയുന്ന പ്രകൃതക്കാരനാണ്. കാപട്യമില്ല, കപടമതേതരക്കാരുടെ സ്വഭാവം അദ്ദേഹത്തിനില്ല. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വേണം അദ്ദേഹത്തിൻ്റെ കേസുകളെ നമ്മൾ ഒരു യഥാർത്ഥ കാഴ്ചപ്പാടെടുക്കേണ്ടത്. കോടതിയെ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോടതി തങ്ങളുടെ മുമ്പിലുണ്ടായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കോടതികൾ വിധി പ്രസ്താവിക്കുന്നത്. ആ ഹാജരാക്കിയ വിഷയങ്ങൾ തെറ്റാണെങ്കിൽ കോടതി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഹാജരാക്കുന്നവരെയാണ് കുറ്റം പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് പി സി ജോർജിന് ഇത് ഒരു പക്ഷേ സാധിക്കുമെങ്കിൽ അല്പകാലം തടവിലാക്കാം എന്ന ഒരു ആസൂത്രണം ചെയ്ത പദ്ധതി നടപ്പാക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.